ഹലോ, മുന്തിരിപ്പാടം കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ സീസണും ആണല്ലോ. ഒരുപാട് ആൾക്കാർ റീൽസിലൂടെയും വീഡിയോസിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, ഈ മുന്തിരി പാടത്തിനെ കുറിച്ചൊക്കെ. അപ്പോൾ മുന്തിരിപ്പാടത്തേക്ക് വന്ന ആളുകളാണ് കേട്ടോ, അത് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ മുന്തിരിപ്പാടം എവിടെയെന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതവിടെ കണ്ടോ, അതാ ആ പന്തലാണ് കേട്ടോ. അവിടെ കണ്ടില്ല, ആൾക്കാരിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. നല്ല ഫോട്ടോസ് എടുക്കുകയാണ്, റീൽസ് എടുക്കുകയാണ്. സംഭവം കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി മുന്തിരിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കല്ലേ അതിൻ്റെ ഉള്ളിലേക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഗുണ്ടൽപേട്ടിലെ മുന്തിരിത്തോട്ടത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരാണ് കേട്ടോ. മുന്തിരി പോലെ തന്നെ ആൾക്കാരും നിറച്ചുണ്ട്, എല്ലാ നാട്ടുകാരും ഉണ്ട് കേട്ടോ. അപ്പോൾ മുന്തിരിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അതാ സംഭവം നല്ല അടിപൊളിയായിട്ടുള്ള എന്താ ജ്യൂസ് മുന്തിരിയാണ് കണ്ടില്ലേ. ഇതാ ഈ രീതിയിൽ ഇങ്ങോട്ട് തൂങ്ങി നിൽക്കുകയാണ്, നല്ല തിക്നെസ്സോട് കൂടി. ചില ഭാഗത്തുനിന്നൊക്കെ ആൾക്കാർ പറിച്ചും പോയിട്ടുണ്ട്, പക്ഷേ കണ്ടില്ലേ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മുന്തിരി ഇതാ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഇയാള് കണ്ടോ മുന്തിരി പറിക്കരുത്, ഫൈൻ ഈടാക്കുന്ന പറഞ്ഞിട്ട് ഇയാളിങ്ങനെ ഇത് റെക്കോർഡിങ് കൊണ്ട് നടക്കുകയാണ് കേട്ടോ. 12 ഏക്കർ സ്ഥലമാണെന്നാണ് പറയുന്നത്. മുന്തിരി തോപ്പിൻ്റെ ശേഷം പിന്നെ ചെണ്ടുമല്ലി, അങ്ങനെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ പോയിൻ്റെ ശേഷമാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഈ ഗുണ്ടൽപേട്ടത്തെ മുന്തിരിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇഷ്ടം പോലെ ആളുകളാണ് അങ്ങനെ റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ. ഇതാ ഇങ്ങനെ ഈ മുന്തിരി കണ്ടില്ലേ കൊലച്ച് നിൽക്കണം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് മുന്തിരിപ്പാടത്തിൻ്റെ അവസ്ഥ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, രസമാണ്. എല്ലാവരും കൂടി ഇങ്ങനെ, നമ്മൾ അധിക ദൂരമൊന്നും ഇല്ലല്ലോ, അപ്പോൾ വന്നാലൊക്കെ മുതലാവും. ഇപ്പോഴൊക്കെ നല്ല മുന്തിരി നല്ല തിക്നെസ്സോട് കൂടി കണ്ടില്ല തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, ചിലവർ നല്ലോണം അത് പറിച്ചും പോയിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിങ്ങനെ നല്ലൊരു ഏരിയയിൽ തന്നെ കേട്ടോ, അധികം ഹൈറ്റൊന്നുമില്ല, നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു ഹൈറ്റിലേ ഉള്ളൂ. കണ്ടോ, കൈകൊണ്ട് തൊടാ, അങ്ങനെ ചിലവർ വായോണ്ടൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നണ ഫോട്ടോ ഒക്കെ എടുക്കണൊക്കെ ഉണ്ട്. പക്ഷേ നല്ല ശ്രദ്ധ ഉണ്ട് കേട്ടോ. പിന്നെ വിഷം അടിച്ചതായിരിക്കും, കുട്ടികളൊക്കെ വായിക്കൊന്നും കൊടുക്കരുത് എന്നൊക്കെ പ്രത്യേകമായിട്ട് പറയണുണ്ട്. അപ്പോൾ ഏകദേശം ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് കേട്ടോ സംഭവം മുന്തിരി പാടത്തെ. മൈക്കും ഇതൊക്കെ ആയിട്ട് ഒരാൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യും കേട്ടോ. ബായ് പ്ലീസ് ഓൺ ചാർജ് കഴിഞ്ഞാ? ആ കണ്ടോ, പറിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലേ. എന്നാ തുടങ്ങല്ലേ? ഓണം കഴിഞ്ഞു. അനൗൺസ്മെന്റ് കേട്ടോളൂ കേട്ടോ. കേട്ടോ, മുന്തിരി പറിക്കുന്ന പോലൊക്കെ പ്രത്യേകം പൊക്കാനായിട്ട് റെക്കോർഡിംഗ് സിസ്റ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോളൂ, ഫോട്ടോസ് എടുത്തോളൂ, വീഡിയോ എടുത്തോളൂ, പക്ഷേ മുന്തിരി പറിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. അല്ല, കാണാത്തവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, കണ്ടോർക്ക് അത്ര വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കണ്ടില്ല, ഇതിങ്ങനെ കൊലകലായി തൂങ്ങി നിൽക്കുമ്പോൾ പ്രത്യേക ഭംഗിയാണേനും. കണ്ടില്ലേ, എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ടാവും. നല്ലോണം മുതലായിട്ടുണ്ടാവും എല്ലാവർക്കും. അദ്ദേഹത്തിൻ്റെ അത് ചാർജ് കഴിഞ്ഞ് തോന്നുന്നുണ്ട്. പക്ഷെ മുന്തിരി പറിക്കരുതെന്ന് അത്രമാത്രം അനൗൺസ് ചെയ്തിട്ടും പലരും അത് പറിക്കുന്നുണ്ട് കേട്ടോ. അതാണ് കാരണം, എല്ലാവർക്കും കാഴ്ചകൾ കാണാൻ നല്ല ഇഷ്ടമായിരിക്കും. പക്ഷേ വരുന്നവർ പറിച്ചു പോയാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി, പിന്നെ ഇത് ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്തിരിയുടെ ചില ഭാഗത്തൊക്കെ കണ്ടില്ലേ, അടിഭാഗത്തു നിന്ന് കുറേ പറിച്ചിക്കണം കേട്ടോ ചിലവരൊക്കെ. പക്ഷേ പറിക്കരുതെന്ന് പറഞ്ഞിട്ടും പറിക്കണോ ശരിയല്ലല്ലോ. ഇതിനുള്ളിലേക്ക് കയറാനുള്ള ചാർജ് എന്ന് വെച്ചാൽ ഒരാൾക്ക് 30 രൂപയാണ്. എന്നാലും തന്നെ നമ്മൾ എത്രയോ പൈസ ഇതിനൊക്കെ വേണ്ടി ചിലവാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മനോഹരമായ കാഴ്ച കാണാൻ 30 രൂപ കൊടുത്താലും വലിയൊരു നഷ്ടമൊന്നുമില്ല കേട്ടോ. കാരണം ഇത്രയ്ക്ക് മനോഹരമായ കാഴ്ചയൊക്കെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെ ആയിരിക്കും.
അപ്പോൾ ഗേസ്, മുന്തിരിപ്പാടത്തിനെ കുറിച്ച് എല്ലാവർക്കും ഒരുപാട് വിചാരം ഉണ്ടാവും, എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ വന്നുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. നല്ല കാണാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞു തൂങ്ങി കിടക്കുമ്പോഴേ. പക്ഷെ പ്രത്യേകം മുന്തിരി പറിച്ചാൽ പിന്നെ രസം പോയില്ലേ. നല്ല ഭംഗിയുള്ള മുന്തിരിയാണ് കേട്ടോ, നല്ല കണ്ടില്ലേ, നല്ല വൃത്തിയുള്ള ടൈപ്സിലുള്ള. കേരള അതിർത്തിയോട് ചേർന്ന് കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുണ്ടൽപേട്ട് ഒരുപാട് കൃഷികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് കേബേജ് കണ്ടു, അതുപോലെ തന്നെ സൂര്യകാന്തി പാടങ്ങൾ, അതൊക്കെ ഇപ്പോൾ സഞ്ചാരികളുടെ പ്രിയപ്പെട്ടൊരു ഇപ്പോൾ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം ഈ മുന്തിരിത്തോട്ടത്തിലാണ് എല്ലാവരും വരുന്നത്. ഇതിന് കുറച്ചപ്പുറത്ത് ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് സൂര്യകാന്തി പാടം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ അവിടെ കയറിയിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് എത്തുന്നത്. പിന്നെയെന്ന് വെച്ചാൽ കേരളത്തിന് പ്രത്യേകിച്ച് നിലമ്പൂരിൽ നിന്നൊക്കെ കർണാടകയിലെത്തി ഗുണ്ടൽപേട്ട് തരിശായി കിടന്ന ഭൂമിയെ സമൃദ്ധമായ മുന്തിരിത്തോട്ടമാക്കി മാറ്റിയ കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഈ ഒരു മുന്തിരി വെച്ചാൽ കറുത്ത മുന്തിരിയാണ് കേട്ടോ, അതായത് ബ്ലാക്ക് ഗ്രേപ്സ്. കണ്ടില്ല, ഇവിടെയൊക്കെ സ്പീക്കർ വെച്ചേക്കാണ് കേട്ടോ, കയറി വരുന്നോട് തന്നെ പറിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി പാടങ്ങൾ കാണാൻ എത്തുന്നത് പോലെ തന്നെ ഇപ്പോൾ സഞ്ചാരികൾ മുന്തിരിത്തോപ്പുകൾ കാണാനും ഫോട്ടോകളും റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഇഷ്ടം പോലെ എത്തുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ തന്നെയാലും വയനാട് വരുന്നവർ എന്തായാലും ഈ യാത്രക്കിടയിലോ അല്ലെങ്കിൽ കർണാടക ടൂറിലോ തീർച്ചയായും സന്ദർശിക്കാൻ പറ്റിയൊരു മനോഹരമായ കാഴ്ചയാണിപ്പോൾ ഈ ഗുണ്ടൽപേട്ടിലെ ഈ ഒരു മുന്തിരിത്തോട്ടങ്ങൾ. അപ്പോൾ അനൗൺസ്മെൻറ്റ് ഒന്നും കൂടി നമുക്ക് കേട്ട് നോക്കാം കേട്ടോ. അത് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ, അതായത് നമ്മൾ മുന്തിരി പറിക്കാനൊക്കെ നിൽക്കുമ്പോൾ നമ്മളെക്കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്ന രീതിയിലാണ് അവരത് റെക്കോർഡിംഗ് സിസ്റ്റമൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് കേട്ടോക്കാം. ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. മുന്തിരിത്തോട്ടത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. പൂത്തുലഞ്ഞു നിൽക്കുന്ന മുന്തിരി കാണാൻ എന്തൊരു ഭംഗിയാണ്. ആ ഭംഗി നിങ്ങളാരും നഷ്ടപ്പെടുത്തരുത്, മുന്തിരി പറിക്കരുത്. കുട്ടികളെ സൂക്ഷിക്കുക, കിളികളുടെ ശല്യം കാരണം മരുന്നടിച്ചിട്ടുണ്ട്. ആരും മുന്തിരി പറിക്കരുത്. മുന്തിരി പറിക്കല്ല, മുന്തിരി പറിക്കല്ല. ആ മൂലയിൽ ആരോലും മുന്തിരി പറിക്കണല്ലോ. നിങ്ങളെന്നെ മുന്തിരി വയ്ക്കരുത്, മുന്തിരി വയ്ക്കരുത്, മുന്തിരി വയ്ക്കരുത്. ഫോട്ടോസ് എടുത്തോളൂ, വീഡിയോസ് എടുത്തോളൂ, റീൽസ് എടുത്തോളൂ. ആരും മുന്തിരി വരയ്ക്കരുത്. മുന്തിരി വരയ്ക്കുന്നത് കണ്ടാൽ ഫൈൻ ഈടാക്കുന്നതാണ്. നിങ്ങൾ മുന്തിരി വരയ്ക്കരുത്, മുന്തിരി വരയ്ക്കരുത്. അപ്പോൾ ഇതാണ് മുന്തിരിത്തോട്ടത്തെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ ഇപ്പം തന്നെ പോയിക്കോളി. പിന്നെ ഓണം കഴിഞ്ഞാൽ സീസണ് കഴിയുമൊക്കെ പറിക്കും എന്നൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഇതൊരു കൗതുക കാഴ്ച തന്നെയാണ്. അപ്പോൾ ഗുണ്ടൽപേട്ടിലേക്ക് പോകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോവുക.